ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടിന്റെ നാളത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. മദ്യപിച്ച് ലക്ക് കെട്ടുവന്ന സുധീഷ് നിധിയുടെ റൂമിന്റെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറുകയാണ്. ഇതൊന്നും അറിയാതെ നല്ല ഉറക്കത്തിൽ കിടക്കുകയാണ് സുഭാഷും ഹരീഷും നികേഷും നിധിയുമെല്ലാം. സുധീഷ് മനസ്സിൽ പറയുന്നു, നിധി നിന്റെ ഭാര്യയാടാ, അവളിൽ നിനക്ക് എല്ലാ അവകാശവും ഉണ്ട്. നീ എന്തിനാ ഇത്ര ആലോചിക്കുന്നത്? ഭർത്താവിന്റെ അധികാരം നീ എടുത്തില്ലെങ്കിൽ അവള് നിന്റെ ഭാര്യയായിട്ട് ജീവിക്കില്ല. നീ അവളുടെ ഭർത്താവാണെന്ന് മനസ്സിലാക്കി കൊടുക്ക്. ആലോചിക്കാതെ സുധീഷ്, അയാൾ പറഞ്ഞതുപോലെ നീ ഇങ്ങനെ അകന്നു മാറി നിന്നാൽ ഇവള് നിന്നെ വിട്ടുപോകും. നിനക്ക് നിധിയെ ഇഷ്ടമല്ലേ? ഇവള് നിന്റെ ഭാര്യയല്ലേ? പിന്നെന്തിനാ ഇത്ര ആലോചിക്കുന്നത്? അങ്ങനെ സുധീഷ് ഉറങ്ങിക്കിടക്കുന്ന നിധിയുടെ അരികിലേക്ക് കിടക്കുകയാണ്. പെട്ടെന്ന് ഉറക്കം ഉണർന്ന നിധി ഞെട്ടി സുധീഷിനെ നോക്കുമ്പോൾ ഹായ് എന്ന് പറയുകയാണ്. സുധീഷ് എഴുന്നേറ്റിരുന്ന് നിധി ചോദിക്കുന്നു, എന്താ ചെയ്യുന്നത്? സുധീഷ് ഇവിടെ എന്താ ചെയ്യുന്നതെന്നാ ചോദിച്ചേ. അപ്പൊ സുധീഷ് പറയുകയാണ്, എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? ഞാൻ നിന്റെ ഭർത്താവല്ലേ? നമ്മുടെ കല്യാണം കഴിഞ്ഞല്ലേ? പിന്നെ എന്തിനാ ഞാൻ പുറത്ത് കിടക്കുന്നത്? ഇനി ഞാൻ ഇവിടെ കിടക്കുക. എന്റെ ചേട്ടന്റെ അനിയന്മാരുടെയും കൂടെ ഹോളിൽ കിടക്കാനൊന്നും എനിക്ക് വയ്യ. ഞാൻ ഇവിടെ നിധിയുടെ ഒപ്പം ഈ റൂമിൽ കിടക്കും. അങ്ങനെ സുധീഷ് ബെഡിലേക്ക് കിടക്കുമ്പോൾ നിധി ബെഡിൽ നിന്നും എഴുന്നേറ്റ് നൈറ്റ് ഇടുകയാണ്. സുധീഷ് ചോദിക്കുന്നു, ഇത്ര പെട്ടെന്ന് നേരം വെളുത്തോ? അപ്പൊ നിധി പറയുകയാണ്, സുധീഷ് ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ടോ? ഞാൻ എന്തിനു പോണോന്ന് സുധീഷ് ചോദിക്കുമ്പോൾ നിധി പറയുകയാണ്, പുറത്തു പോകാനാ പറഞ്ഞത്. അപ്പൊ സുധീഷ് ചോദിക്കുകയാണ്, നിധി എപ്പോഴും എന്തിനാ എന്നെ ഇങ്ങനെ ഒഴിവാക്കുന്നത്? പുറത്തു പോകുന്ന നിധി പറയുമ്പോൾ സുധീഷ് പറയുകയാണ്, പറ്റില്ല, ഞാൻ ഇവിടെ തന്നെ കിടക്കും. നിധി എന്ത് ചെയ്യും? റോഡ് കൂടെ പോകുന്നവനെ വഴക്ക് പറയുന്നത് പോലെയാണല്ലോ നിധി എന്നെ വഴക്ക് പറയുന്നത്. ഞാൻ എന്താ റൗഡിയാണോ? ഞാൻ നിധിയുടെ ഭർത്താവാണ്. ഭാര്യ ഭർത്താവിന്റെ കൂടെ അല്ലേ കിടക്കേണ്ടത്? ഭർത്താവ് ഭാര്യയുടെ കൂടെ കിടക്കാതെ വേറെ എവിടെ പോകാനാ? ഞാൻ ഈ റൂമിൽ നിന്നും പോകില്ല. ഇത് കേട്ട് നിധി ചോദിക്കുന്നു, സുധീഷ് എന്തു പറ്റി? എന്താ ഇങ്ങനെയൊക്കെ പെരുമാറുന്നേ? മര്യാദയ്ക്ക് പുറത്തു പോ. നിധി എന്ന് വിളിച്ച് സുധീഷ് അരികിലേക്ക് വരുമ്പോൾ ഭയത്തോടുകൂടി പിന്നോട്ടേക്ക് മാറുകയാണ് നിധി. സുധീഷ് ചോദിക്കുന്നു, എന്തിനാ ഇങ്ങനെ പിന്നിലേക്ക് പോകുന്നത്? എന്നെ കണ്ടാൽ പ്രേതമോ പിശാചായിട്ടോ തോന്നുന്നുണ്ടോ? ഞാൻ 2 സ്റ്റെപ്പ് മുന്നിലേക്ക് വരുമ്പോൾ നീ 4 സ്റ്റെപ്പ് പിന്നിലേക്ക് പോകുന്നു. നീ എന്റെ ഭാര്യയാ. നിന്റെ കഴുത്തില് ഞാൻ കെട്ടിയ താലിയുണ്ട്. നിയമത്തിന്റെ മുന്നിൽ നമ്മൾ രണ്ടുപേരും ഭാര്യയും ഭർത്താവുമാ. ഞാൻ അടുത്ത് വരുമ്പോൾ നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? ദേ നോക്ക് നിധി, ഞാൻ ഇനി ഈ റൂമിലാ കിടക്കുക. അപ്പൊ നിധി പറയണ, സുധീഷ് എന്തായി പറയുന്നത്? മര്യാദയ്ക്ക് ഇറങ്ങിപ്പോ. അപ്പൊ സുധീഷ് പറയണ, പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? അപ്പൊ ഞാൻ പുറത്തു പോകാന്ന് പറഞ്ഞ് നിധി റൂമിന് പുറത്തേക്ക് പോകാനായി തുടങ്ങുമ്പോൾ നിധി എവിടെ പോകുന്നെന്ന് ചോദിച്ച് മുന്നിലേക്ക് കയറി നിന്ന് തടയുകയാണ് സുധീഷ്. അപ്പൊ നിധി പറയുന്നു, മാറി നിൽക്ക് സുധീഷ്, എനിക്ക് പുറത്തു പോണം. മാറാൻ പറ്റില്ല നിധി എന്ന് സുധീഷ് പറയുമ്പോൾ നിധി ഭയത്തോടു കൂടി ഉറക്കെ സുഭാഷിനെ വിളിക്കുകയാണ്. സുധീഷ് ചോദിക്കുന്നു, ഞാൻ നിന്നെ എന്ത് ചെയ്തിട്ടാ നീ ഇപ്പം സുഭാഷിനെ വിളിച്ച് ബഹളം വെക്കുന്നത്? കഥക്ക് തുറക്കുന്ന നിധി പറയുമ്പോൾ സുധീഷ് പറയുകയാണ്, തുറക്കാൻ പറ്റില്ല നിധി. സുഭാഷ് ഏട്ടാന്ന് വിളിച്ച് നിധി ബഹളം വെക്കുമ്പോൾ ഞെട്ടി എഴുന്നേറ്റ് ഹരീഷിനെയും നികേഷിനെയും തട്ടി വിളിച്ച് ലൈറ്റ് ഇടുകയാണ് സുഭാഷ്. വാതിൽ തട്ടി സുഭാഷ് ചോദിക്കുന്നു, എന്തു പറ്റി മോളെ? കഥകകത്ത് നിന്ന് കുറ്റിയിട്ടിരിക്കുക. നികേഷ് ചോദിക്കുന്നു, എന്തു പറ്റി ഏട്ടത്തി? കരഞ്ഞുകൊണ്ട് നിധി പറയുകയാണ്, സുഭാഷ് ഏട്ടാ, സുധീഷ് അകത്തേക്ക് കയറി വന്ന് വാതിന് കുറ്റിയിട്ടിരിക്കുക. ഇത് കേട്ട് എല്ലാവരും ഞെട്ടി മുഖത്തോട് മുഖം നോക്കുകയാണ്. നിധി കരഞ്ഞുകൊണ്ട് പറയുന്നു, സുധീഷ് എന്നെ പുറത്തിറക്കുന്നില്ല സുഭാഷ് ഏട്ടാ, എനിക്ക് പേടിയാവുന്നു. വാതിൽ തുറക്കെന്ന് പറഞ്ഞ വാതിൽ തട്ടുകയാണ് ഹരീഷ്. അപ്പൊ സുധീഷ് പറയുന്നു, നിങ്ങൾ പോയി കിടക്ക്, ഇവിടുത്തെ കാര്യം ഞാൻ നോക്കിക്കോളാം. വിരൽ ചൂണ്ടി നിധി ചോദിക്കുന്നു, സുധീഷ് ഇപ്പം കഥവ് തുറക്കുന്നുണ്ടോ ഇല്ലയോ? അപ്പൊ സുധീഷ് പറയുകയാണ്, പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് രണ്ടിലൊന്നും അറിയാതെ ഞാൻ പോകില്ല. വാതിൽ തുറക്കെന്ന് പറഞ്ഞ സുഭാഷും ഹരീഷും നികേഷും ബഹളം വെക്കുമ്പോൾ ഉറക്കവിടുന്ന ഭാസ്കരനും വാതിലിന്റെ അരികിലേക്ക് വന്നതെന്ന് ശ്രദ്ധിക്കുകയാണ്. സുധീഷ് ചോദിക്കുന്നു, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ എല്ലാത്തിനും സുഭാഷ് എന്നെ വിളിക്കുന്നത്? ഇന്ന് നിധി എന്ത് ചെയ്യുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇത് കേട്ട് സുഭാഷ് ഏട്ടാന്ന് വിളിച്ച് നിധി കരയുമ്പോൾ വളരെ ദേഷ്യത്തോടു കൂടി സുഭാഷ് പറയുന്നു, പുറത്തിറങ്ങി വാടാ സുധീഷ്, വാതിൽ തുറക്ക്. നിധി പറയുന്നു, സുഭാഷ് ഏട്ടാ എനിക്ക് പേടിയാവുന്നു, വാതിൽ തുറക്കാൻ പറ. ഭാസ്കരൻ മനസ്സിൽ പറയുകയാണ്, ഇവൻ എന്ത് മണ്ടത്തരവാ കാണിച്ചത്? സുധീഷ് വിഷമത്തോടുകൂടി നിധിയോട് സംസാരിക്കുമ്പോൾ പെട്ടെന്ന് സുധീഷിനെ തള്ളി താഴെയിട്ട് വാതിൽ തുറക്കുകയാണ് നിധി. സുഭാഷും നികേഷും ഹരീഷും അകത്തേക്ക് കയറി വരുമ്പോൾ പൊട്ടിക്കരയുകയാണ് നിധി. താഴേക്ക് വീണ സുധീഷ് പറയുന്നു, നിധി എന്നെ താഴെ ഇട്ടോ, എന്നെ എന്താ ഒന്നും മനസ്സിലാക്കാത്തത്? അങ്ങനെ സുധീഷ് പതിയെ എഴുന്നേൽക്കുമ്പോൾ നിധി പറയുകയാണ്, സുഭാഷ് ഏട്ടാ, ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോൾ സുധീഷ് എന്റെ അടുത്ത് വന്ന് കിടന്നു. ഞാൻ പോകാൻ പറഞ്ഞിട്ട് പോകുന്നില്ല. എന്താണ് സുധീഷ് ഇതല്ലാന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, നിധി എന്നെ തള്ളിയിട്ട് സുഭാഷ് ഏട്ടാ. സുധീഷ് ചോദിക്കുന്നു, എന്താ സുഭാഷ് ഏട്ടാ ഇങ്ങനെ ഷോക്കായിട്ട് ചോദിക്കുന്നത്? ഞാനല്ലാതെ വേറെ ആരാ അവളുടെ അടുത്ത് കിടക്കേണ്ടത്? ഞാനല്ലേ അവളുടെ ഭർത്താവ്. അവൾ എന്തെങ്കിലും പറഞ്ഞ ഉടനെ എന്നെ ചോദ്യം ചെയ്യുകയാണോ സുഭാഷ് ഏട്ടൻ? സുഭാഷ് ഏട്ടാ മോശമായി പോയെന്ന് ഹരീഷ് പറയുമ്പോൾ സുധീഷ് പറയുകയാണ്, നീ മിണ്ടരുത്, അവളെ ഞാൻ കല്യാണം കഴിച്ചോണ്ട് വന്നതാ. ഞങ്ങൾ ഒരുമിച്ച് ഒരു റൂമിൽ കിടന്നാൽ എന്താ? എന്റെ ഭാര്യയല്ലേ അവൾ. അപ്പൊ നിധി പറയുകയാണ്, റൂമിലേക്ക് വന്നത് മുതൽ സുധീഷ് ഇങ്ങനെ സംസാരിക്കുന്നത്. ഇത് കേട്ട് സുധീഷ് ചോദിക്കുന്നു, എന്താ നിധി കംപ്ലൈന്റ് ഒക്കെ കൊടുക്കുന്നത്? നിന്റെ ഭർത്താവായ ഞാൻ അകത്തേക്ക് വരുമ്പോൾ അയ്യോ സുഭാഷ് ഏട്ടാ രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ ബഹളം വെക്കുകയാണോ? ഇത് കേട്ട് സുഭാഷ് പറയുന്നു, നിർത്തടാ, ആ കുട്ടി പാവം ഭയന്ന് നിൽക്കുന്നത് കണ്ടില്ലേ? അപ്പൊ സുധീഷ് പറയുകയാണ്, അത് തന്നെ ഞാനും ചോദിക്കുന്നത്, അവൾ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? അതിന് ഞാൻ എന്ത് ചെയ്തു അവളെ? സുഭാഷ് ഏട്ടൻ തന്നെ ചോദിക്കും, ഞാൻ എന്ത് ചെയ്തു? ഞാൻ അവിടെ അടുത്ത് പോയി കിടന്നു. അതിന് അയ്യോ സുഭാഷ് ഏട്ടാന്ന് വിളിച്ച് ബഹളം വെക്കേണ്ട കാര്യമുണ്ടോ? ഉടനെ സുഭാഷ് ഏട്ടൻ വന്ന് എന്നെ ചോദ്യം ചെയ്യുന്നു. അവൾ എന്റെ ഭാര്യ, ഞാൻ അവിടെ ഒപ്പം റൂമിൽ ഇരുന്നാൽ എന്താ? സുധീഷിന്റെ കർണമുഖം ചടിച്ച് സുഭാഷ് ചോദിക്കുന്നു, കുടിച്ചിട്ട് വന്നിട്ട് അനാവശ്യം പറയുന്നോടാ. ഇത് കണ്ട് ഞെട്ടി നിൽക്കുകയാണ് എല്ലാവരും. ഇപ്പൊ എന്തിനാ എന്നെ തല്ലിയത്? ഞാൻ എന്താ വേറെ ആരുടെയോ വീട്ടിൽ പോയി അവരുടെ കൂടെയാണോ വിടുന്നത്? ഇത് എന്റെ വീട് തന്നെയല്ലേ? ഇവൾ എന്റെ ഭാര്യയല്ലേ?
ഞാൻ അവളുടെ കൂടെ റൂമിൽ കിടന്നല്ലേ എന്താ പ്രശ്നം? ശരിക്കും സുഭാഷ് ഏട്ടൻ എന്നെയല്ലേ സപ്പോർട്ട് ചെയ്യേണ്ടത്? ഇങ്ങനെ അവളുടെ മുന്നിൽ വെച്ച് എന്നെ വഴക്ക് പറയുന്നതും തല്ലുന്നതും ഒന്നും ശരിയല്ല സുഭാഷ് ഏട്ടാ. ആരെന്ത് വേണമെങ്കിലും വിചാരിച്ചോ, ഞാൻ ഇവിടെ തന്നെ കിടക്കും, ഈ റൂമില് ആ ബെഡിൽ കിടക്കും. പറഞ്ഞ നിനക്ക് മനസ്സിലാകില്ല എന്ന് ചോദിച്ച് സുഭാഷ് വീണ്ടും സുധീഷിന്റെ കർണം പോയി ചടിക്കുകയാണ്. നിങ്ങൾ വീണ്ടും ദേഹത്ത് കൈവെക്കുന്നോന്ന് ചോദിച്ച് സുധീഷ് സുഭാഷിനെ അടിക്കാനായി കൈ ഉയർത്തുമ്പോൾ സുധീഷ് ഏട്ടാന്ന് ഉറക്കെ വിളിക്കുകയാണ് ഹരീഷ്. സുധീഷ് തിരിഞ്ഞ ഹരീഷിനെ നോക്കുമ്പോൾ ഹരീഷ് പറയുകയാണ്, കൈ താഴ്ത്തിയിട്ട് സുധീഷ് ഏട്ടാ. കൈ താഴ്ത്തിയിടാനാ പറഞ്ഞത്. സുഭാഷും ദേഷ്യത്തോടു കൂടി സുധീഷിനെ നോക്കുകയാണ്. സുധീഷ് കൈ താഴ്ത്തുമ്പോൾ ഭാസ്കരൻ ടെൻഷനോട് കൂടി മനസ്സിൽ പറയുന്നു, ഇനി ഇവിടെ വന്നാൽ ശരിയാകില്ല, പോന്നാന്നല്ലേ. സുധീഷിന്റെ കയ്യിൽ കയറി പിടിച്ച ഹരീഷ് പറയുന്നു, സുധീഷ് ഏട്ടൻ വന്നേ. അപ്പൊ സുധീഷ് പറയണ, നീ പോടാ, ആ ബെഡിലെ ഞാൻ കിടക്കും. അപ്പൊ ഹരീഷ് പറയണ, സുഭാഷ് ഏട്ടാ നന്നായി കുടിച്ചിട്ടുണ്ട്, ഇങ്ങോട്ട് വാന്ന് പറഞ്ഞ് ഹരീഷ് പിടിച്ചു വലിച്ച് സുധീഷിനെ റൂമിന് പുറത്തിറക്കുകയാണ്. സുഭാഷും നികേഷും പിന്നാലെ വരുമ്പോൾ നിധി പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവരുടെ ഒപ്പം വരികയാണ്. സുധീഷ് ചോദിക്കുന്നു, നീ എന്തിനാടെ എന്നെ അവിടെ നിറക്കുന്നത്? ഞാൻ വരില്ല, ഞാൻ അവളുടെ ഒപ്പം ആ റൂമിൽ കിടക്കും, ഞാൻ അവളുടെ ഭർത്താവാ. അവക്കത് മനസ്സിലാകുന്നില്ല, നിങ്ങൾക്ക് ആർക്കും അത് മനസ്സിലാകുന്നില്ല. ഹരീഷ് പറയുകയാണ്, കുടിച്ചിട്ടോരെന്ന് പറയില്ല സുധീഷ് ഏട്ടാ, ഇങ്ങോട്ട് വാന്ന് പറഞ്ഞ് സുധീഷിനെ പിടിച്ചു വലിച്ച് റൂമിനകത്തേക്ക് കൊണ്ടുപോവുകയാണ് ഹരീഷ്. വിഴുതാന്ന് പറഞ്ഞ് സുധീഷ് ബഹളം വെക്കുമ്പോൾ റൂമിലേക്ക് പിടിച്ചതല്ലേ വാതിലടച്ച് കുറ്റിയിടുകയാണ് ഹരീഷ്. ഇതെല്ലാം കണ്ട് നിധി പൊട്ടിക്കരയുമ്പോൾ തകർന്നു നിൽക്കുകയാണ് സുഭാഷും നികേഷും. സുധീഷ് ചോദിക്കുന്നു, എന്നെ വിടടാ, ഭാര്യയുടെ റൂമിൽ ഭർത്താവ് കിടക്കുന്നത് വലിയ തെറ്റാണോ? അപ്പൊ ഹരീഷ് പറയുന്നു, മിണ്ടാതിരിക്കും സുധീഷ് ഏട്ടാ, ഏട്ടത്തി ഇപ്പൊ തന്നെ ഇവിടുന്ന് പോകും. ഇങ്ങനെ ഏട്ടത്തി എന്തിനാ പേടിപ്പിക്കുന്നത്? ഏട്ടത്തി സുധീഷ് ഏട്ടനെ ഒരു റൗഡിയായിട്ടാ കാണുന്നത്. സുധീഷ് ചോദിക്കുന്നു, നീ അവളെ സപ്പോർട്ട് ചെയ്യുകയാണോ? എന്നെ കുറിച്ച് ആലോചിക്കില്ലേടാ, ഞാൻ അവളുടെ റൂമിലേക്ക് പോകാൻ പാടില്ലേ? വിടടാ എന്നെ എന്ന് പറഞ്ഞ് സുധീഷ് ബഹളം വെക്കുമ്പോൾ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് സുധീഷിനെ തടയുകയാണ് ഹരീഷ്. സുധീഷിനെ പിടിച്ച് ബെഡിലേക്ക് ഇരുത്തി ഹരീഷ് പറയുന്നു, ഇരിക്കവിടെ, എഴുന്നേറ്റ കൊന്നുകളയും ഞാൻ. സുധീഷ് ചോദിക്കുന്നു, ഹരീഷ് അവൾ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അവൾ എന്റെ ഭാര്യയല്ലേ, ഞാൻ അവളെ പ്രണയിക്കുന്നു. അവൾ അത് മനസ്സിലാക്കുന്നില്ല, നീയും അത് മനസ്സിലാക്കുന്നില്ലേടാ. പൊട്ടിക്കരയുന്ന നിധിയുടെ അരികിലേക്ക് ചെന്ന് സുഭാഷ് പറയുന്നു, മോളെ നിധി കരയല്ലേ, സോറി മോളെ. അപ്പൊ നിധി പറയുകയാണ്, ഞാൻ നന്നായിട്ട് ഉറങ്ങുകയായിരുന്നു സുഭാഷ് ഏട്ടാ, നമ്മുടെ വീടല്ലേ, എനിക്ക് എന്ത് പേടിക്കാനുള്ളത്? കതക് ലോക്ക് ചെയ്തില്ലായിരുന്നു. സുധീഷ് അകത്തേക്ക് കയറി വന്ന് എന്റെ അടുത്ത് വിടുന്നു. പോകാൻ പറഞ്ഞാൽ പോകുന്നില്ല, കതക് ലോക്ക് ചെയ്തു. അങ്ങനെ നിധി പൊട്ടിക്കരയുമ്പോൾ സുഭാഷ് പറയുകയാണ്, ഇവൻ എന്തിനാ ഇങ്ങനെ ചെയ്തതെന്ന് എനിക്ക് അറിയില്ല മോളെ, സോറി നിധി, ക്ഷമിക്ക്. അങ്ങനെ സുഭാഷ് നിധിക്ക് വെള്ളം കൊണ്ട് കൊടുക്കുകയാണ്. നിധി ആ വെള്ളം കുടിക്കുമ്പോൾ കണ്ണു നിറഞ്ഞ് കൈകുപ്പി സുഭാഷ് പറയുന്നു, ക്ഷമിക്കും മോളെ, നടക്കാൻ പാടില്ലാത്തത് നടന്നത്, സോറി മോളെ, ഇനി അവൻ ഒന്നും ചെയ്യില്ല, ഞാൻ നോക്കിക്കോളാം മോളെ, മോൾ ഉറങ്ങിക്കോ. കതക് ലോക്ക് ചെയ്തിട്ട് ധൈര്യമായിട്ട് ഉറങ്ങിക്കോ, പേടിക്കണ്ട, ഞാനില്ലേ, ഞാൻ നോക്കിക്കോളാം, മോൾ ഉറങ്ങിക്കോ എന്ന് പറഞ്ഞ് വാതിലടയ്ക്കുകയാണ് സുഭാഷ്. കതക് കുറ്റിയിട്ട് ബെഡിലേക്ക് പോയി ഇരിക്കുകയാണ് നിധി. തുടർന്ന് അവൾ എന്റെ ഭാര്യയാണെന്ന് പറഞ്ഞ് ബെഡിൽ കിടന്ന് ബഹളം വെക്കുകയാണ് സുധീഷ്. സുഭാഷ് അരികിലേക്ക് വരുമ്പോൾ ഹരീഷ് പറയുന്നു, കുടിച്ചിട്ടുണ്ട് സുഭാഷ് ഏട്ടാ. നികേഷ് കതക് തുറക്കുന്ന സുധീഷ് പറയുമ്പോൾ സുഭാഷ് അരികിലേക്ക് ചെല്ലുകയാണ്. സുധീഷ് ചോദിക്കുന്നു, സുഭാഷ് ഏട്ടൻ വന്നോ? ഇവ ഞാൻ പറയുന്നത് മനസ്സിലാക്കുന്നില്ല. ഇപ്പൊ അവക്ക് എന്താ വേണ്ടത്? ഞാനല്ലേ അവളുടെ റൂമിലേക്ക് പോയത്, എന്തിനാ അവള് ആവശ്യമില്ലാതെ ഒരു സീൻ ഉണ്ടാക്കുന്നത്? ഞാൻ അവളുടെ ഭർത്താവാണെന്നുള്ള കാര്യം അവൾ ഇടയ്ക്കിടയ്ക്ക് മറന്നു പോകുന്നുണ്ട്, അത് ഓർമ്മിപ്പിക്കണ്ടേ? അപ്പൊ ഹരീഷ് പറയുകയാണ്, കുടിച്ചിട്ട് എന്തൊക്കെയോ പറയുകയാണ് സുഭാഷ് ഏട്ടാ. സുധീഷ് ചോദിക്കുന്നു, ആരാടാ കുടിച്ചത്? മിണ്ടാതിരിക്കുന്ന ഹരീഷ് പറയുമ്പോൾ സുധീഷ് ചോദിക്കുന്നു, ഞാൻ എന്തിനു മിണ്ടാതിരിക്കണം? നിയമത്തിന്റെ മുന്നിൽ അവൾ എന്റെ ഭാര്യയാണ്, നിങ്ങൾക്ക് അതൊക്കെ അറിയാലോ, പിന്നെ നിങ്ങൾ എന്തിനാ എന്നെ തടയുന്നത്? പോയി അവളെ പറഞ്ഞ് മനസ്സിലാക്ക്. മിണ്ടാതിരിക്കും സുധീഷ് ഏട്ടാന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ ദേഷ്യത്തോടു കൂടി സുധീഷ് ചോദിക്കുന്നു, ഞാൻ എന്തിനു മിണ്ടാതിരിക്കണം? പറഞ്ഞ കേക്കില്ലെന്ന് ചോദിച്ച് ഹരീഷ് പിടിച്ച് സുധീഷിനെ അവിടേക്ക് ഇരുത്തുകയാണ്. പുറത്തേക്ക് പോകാനായി സുധീഷ് ബഹളം വെക്കുമ്പോൾ സുഭാഷും ഹരീഷും കൂടി സുധീഷിനെ തടയുന്നു. അവർ സുധീഷിനെ ബെഡിലേക്ക് പിടിച്ചിടുമ്പോൾ അവിടെ കിടന്ന സുധീഷ് പറയുന്നു, ഹരീഷ് എന്നെ വിടടാ, ഞാൻ നിധിയുടെ റൂമിലേക്ക് പോട്ടെ. തുടർന്ന് രാവിലെ നിധിയുടെ റൂമിന്റെ അരികിലേക്ക് വന്ന് വാതിലിൽ തട്ടി വിളിക്കുകയാണ് സുഭാഷ്. ഏട്ടത്തി എഴുന്നേറ്റില്ലേന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ സുഭാഷ് പറയുകയാണ്, രാവിലെ എഴുന്നേറ്റ് പുറത്തേക്ക് വന്നായിരുന്നു, ചായ എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു, കുളിച്ചിട്ട് പെട്ടെന്ന് തന്നെ റൂമിലേക്ക് പോയി. സുധീഷൻ എവിടെയെന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ സുഭാഷ് പറയുകയാണ്, അകത്ത് കിടപ്പുണ്ട്, ആ കുട്ടിയുടെ മുഖത്ത് എങ്ങനെ നോക്കുമെന്ന് പോലും അറിയില്ലടാ, അവൻ എന്താണ് ഇങ്ങനെ? ഉറക്കെ ഉടരുന്ന നികേഷ് അവിടേക്ക് വരുമ്പോൾ സുഭാഷ് പറയുന്നു, നികേഷ് എന്തിനൊക്കെ കോളേജിൽ പോണ്ടേ? ഏട്ടത്തിന്ന് നികേഷ് ചോദിക്കുമ്പോൾ സുഭാഷ് പറയുന്നു, നിധി ഇപ്പൊ വരും, നീ പോയി കുളിച്ചിട്ട് വാ, പോ. തുടർന്ന് നിധി ഓഫീസിലേക്ക് പോകാനായി ഒരുങ്ങി ഇറങ്ങുമ്പോൾ അവിടേക്ക് വരികയാണ് സുഭാഷ്, നികേഷ്, ഹരീഷും. മോള് റെഡി ആയോ എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ നിധി പറയുകയാണ്, റെഡിയായി സുഭാഷ് ഏട്ടാ. അപ്പൊ സുഭാഷ് പറയുകയാണ്, ഇന്നലെ രാത്രിയിൽ നടന്നത് നടക്കാൻ പാടില്ലാത്തതാണ്, സുധീഷ് ചെയ്തത് വലിയ തെറ്റാ, ക്ഷമിക്ക്, എനിക്ക് വേറെ എന്ത് പറയണമെന്നറിയില്ല. അപ്പൊ നിധി ചോദിക്കണ, സുഭാഷ് ഏട്ടൻ എന്തിനാ എന്നോട് ക്ഷമിക്കണമെന്ന് പറയുന്നത്? സുഭാഷ് ഏട്ടൻ ഒന്നും ചെയ്തില്ലല്ലോ. അപ്പൊ നികേഷ് പറയണ, ഏട്ടത്തിയുടെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട്, സോറി ഏട്ടത്തി. അപ്പൊ നിധി പറയണ, അത് വിടടാ സുഭാഷ് ഏട്ടാ, ഞാൻ ഓഫീസിലേക്ക് ഇറങ്ങുക, സമയമായില്ലല്ലോ എന്ന് സുഭാഷ് പറയുമ്പോൾ നിധി പറയണ, അത് സാരമില്ല സുഭാഷ് ഏട്ടാ, ഞാൻ ഇറങ്ങുക. അപ്പൊ സുഭാഷ് പറയണ, ഒരു 5 മിനിറ്റ്, ഞാൻ ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട്, ലഞ്ച് എടുത്തു തരാം. വേണ്ട സുഭാഷ് ഏട്ടാ എന്ന് നിധി പറയുമ്പോൾ സുഭാഷ് പറയണ, ശരി, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാം. അപ്പൊ നിധി പറയണ, വേണ്ട സുഭാഷ് ഏട്ടാ, ഞാൻ അവിടെ ചെന്നിട്ട് കഴിച്ചോളാം. ഏട്ടത്തി ഞാനും കൂടെ വരാമെന്ന് നികേഷ് പറയുമ്പോൾ നിധി പറയണ, കോളേജിൽ പോകാൻ ഇനി സമയമുണ്ടല്ലോ, നീ പതിയെ പോയാ മതി. ഏട്ടത്തി തനിച്ച് പോകണ്ടേന്ന് നികേഷ് ചോദിക്കുമ്പോൾ നിധി പറയണ, സാരമില്ല, ഞാൻ നോക്കിക്കോളാം. അങ്ങനെ നിധി അവിടെ നിന്ന് പോകാനായി തുടങ്ങുമ്പോൾ സുഭാഷ് പറയണ, മോളൊന്നും കഴിച്ചില്ലല്ലോ. വേണ്ട സുഭാഷ് ഏട്ടാ, ഞാൻ നോക്കിക്കോളാം. അങ്ങനെ നിധി അവിടെ നിന്ന് പോകാനായി തുടങ്ങുമ്പോൾ ഹരീഷ് ചോദിക്കുന്നു, ഏട്ടത്തിയെ ഞാൻ ഡ്രോപ്പ് ചെയ്യാം.
വേണ്ട ഹരീഷ് എന്ന് പറഞ്ഞ് നിധി അവിടെ നിന്ന് പോവുകയാണ്. സുഭാഷ്, നികേഷ്, ഹരീഷും വിഷമത്തോടുകൂടി നിധി പോകുന്നത് നോക്കി നിൽക്കുന്നു. സുഭാഷ് പറയുകയാണ്, ആ കുട്ടി നല്ല വിഷമത്തിലാണ്, പാവം, രാത്രിയൊന്നും ഉറങ്ങിയിട്ടില്ലെന്ന് തോന്നുന്നു. തുടർന്ന് ഉറക്കമുണർന്ന സുധീഷ് തലയിൽ കൈവച്ച് ക്ഷീണത്തോടുകൂടി ചുറ്റും നോക്കുകയാണ്. ഹരീഷ് അവിടേക്ക് വരുമ്പോൾ സുധീഷ് ചോദിക്കുന്നു, ആരാ ഇത്? ഹരീഷ് എഴുന്നേറ്റോ രാവിലെ? പോടാന്ന് പറഞ്ഞ ദേഷ്യത്തോടുകൂടി അവിടെ നിന്ന് പോവുകയാണ് ഹരീഷ്. കണ്ടുതള്ളി സുധീഷ് മനസ്സിൽ പറയുന്നു, പോടാന്നോ? എന്താടാ ഇവൻ എന്ത് പറ്റി? ID കാർഡ് എടുക്കാനായി അവിടേക്ക് വന്ന നികേഷ് സുധീഷിനെ ശ്രദ്ധിക്കുന്നതേയില്ല. എടാ നികേഷ്, കോളേജിൽ പോകാൻ സമയമായോ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ ദേഷ്യത്തോടുകൂടി സുധീഷിനെ ഒന്ന് നോക്കിയിട്ട് നികേഷ് അവിടെ നിന്ന് പോവുകയാണ്. സുധീഷ് മനസ്സിൽ പറയുന്നു, ഇവനെന്ത് പറ്റി? ഇവനും സംസാരിക്കുന്നില്ലല്ലോ, ഇവർക്കൊക്കെ എന്താ? അങ്ങനെ തലയിൽ കൈവച്ചിരിക്കുന്ന സുധീഷ് ഓർക്കുകയാണ് തോമസ് ഏട്ടന്റെ ഒപ്പം മദ്യപിച്ചതും ഉറങ്ങിക്കിടക്കുന്ന നിധിയുടെ അരികിൽ കിടന്നതും കഥക് തുറക്കെന്ന് പറഞ്ഞ നിധി ഒച്ച വെച്ച് കരഞ്ഞതും സുഭാഷ് തല്ലിയതും സുഭാഷിനെ തല്ലാനായി കൈ ഉയർത്തിയതുമെല്ലാം. തുടർന്ന് ഞെട്ടി ടെൻഷനോടുകൂടി ഇരിക്കുകയാണ് സുധീഷ്. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്